നിങ്ങൾക്കുണ്ടല്ലോ നിങ്ങളുടെ ജീവിതം കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യണോ, മാറ്റം വരുത്തണോ, ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഡിസപ്പിയർ ആവുക, അപ്രത്യക്ഷമാകുക. അപ്രത്യക്ഷമാവുക എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അതെങ്ങനെ ചെയ്യാമെന്നും പറയുന്നതും തന്നെ പറയട്ടെ. എൻ്റെ ലൈഫിൽ ചിലപ്പോഴൊക്കെ മുന്നിൽ വഴികളൊന്നും തെളിയാഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ലൈഫ് ഇങ്ങനെ ഒരു ലൂപ്പിൽ പെട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നുമ്പോൾ ഞാൻ അങ്ങനെ അപ്രത്യക്ഷമാകാറുണ്ട്. തിരിച്ച് കൂടുതൽ പവർഫുള്ളായിട്ട് ശക്തിയായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്രത്യക്ഷമാവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർഷങ്ങളോളം അപ്രത്യക്ഷമാവണം എന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ ആഴ്ചകൾ അല്ലെങ്കിൽ ചില മാസങ്ങൾ, എന്നിട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് പേഴ്സണായിട്ട് തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് നിങ്ങളെ ചുറ്റുമുള്ളവരെ ഞെട്ടിക്കുകയും ചെയ്യും. അപ്പോൾ എങ്ങനെ അപ്രത്യക്ഷമാവണം, എത്ര കാലം അപ്രത്യക്ഷമാവണം, എന്തിനപ്രത്യക്ഷമാവണം, അതിനുള്ള ഗുണങ്ങൾ ഒക്കെ അറിയണ്ടേ? വീഡിയോ അവസാനം വരെ കേൾക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ ലൈഫിൽ ഇപ്പോൾ ഒരു ലൂപ്പിൽ പെട്ട് പോകാറുണ്ട് അല്ലേ? മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ, ഒരു ചുഴിയിലൊക്കെ പെട്ട പോലെ അവിടെ തന്നെ നിന്ന് തിരിയുന്നൊരവസ്ഥ. ഒരേ ആളുകൾ, ഒരേ സംഭാഷണങ്ങൾ, ഒരേ റിസൾട്ട്, നമുക്കൊന്നും ചെയ്യാനില്ലാത്ത പോലെ, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളൊക്കെ നമ്മുടെ ഉള്ളിൽ കിടന്ന് തന്നെ നിലവിളിക്കുന്ന പോലെ നമുക്ക് തോന്നും. എന്നാൽ ആ നിലവിളി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത അത്ര ഉച്ചത്തിലാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം. ആ ഒരു അവസ്ഥയിൽ നിന്ന് തിരിച്ചു വരാൻ ഒരു അപ്രത്യക്ഷമാവൽ ആവശ്യമാണ്. അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയോ, അത് പ്രൂവ് ചെയ്യുകയോ, അത് മറ്റുള്ളവർ പറയുകയോ ഒന്നും വേണ്ട. ജസ്റ്റ് വാനിഷ് ആവുക. ഉള്ളിൽ നിന്ന് നിങ്ങളെ റീബിൽഡ് ചെയ്യാൻ, പുനർനിർമ്മിക്കാൻ മതിയായ സമയം, അത് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ ആവാം. പക്ഷെ പോയി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പേഴ്സൺ ആയിട്ടുണ്ടാവും. നിങ്ങൾക്കും കൂടി വിശ്വസിക്കാൻ പറ്റാത്ത പോലെ ആയിട്ടുണ്ടാവും. ഇനി എന്തിന് നിങ്ങൾ അപ്രത്യക്ഷമാവണം എന്ന് പറയാം. മിക്ക ആളുകളും ശ്രദ്ധ ആഗ്രഹിക്കുന്നവരാണല്ലേ. അവർ ചെയ്യുന്നത് മറ്റുള്ളവർ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർ. അതുപോലെ തന്നെ റിസൾട്ട് കാണുന്നതിന് മുന്നേ കയ്യടി ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ സത്യം പറയുകയാണെങ്കിൽ ഈ വളർച്ച ഉണ്ടല്ലോ, അത് സംഭവിക്കുന്നത് ആരും കാണാതിരിക്കുമ്പോഴാണ്. കണ്ടിട്ടില്ലേ, ഈ വിത്തുകൾ മണ്ണിൻ്റെ അടിയിൽ തന്നെ വെച്ച് ആരും കാണാതെ വളർന്നിട്ടാണ് അതൊരു മരമായിട്ട് വളർന്നു പോകുന്നത്. അതുപോലെ നിങ്ങളും പോകണം അണ്ടർഗ്രൗണ്ടിലേക്ക്. എന്നിട്ട് ആരും കാണാതെ വളർന്ന് പിന്നെ പുറത്തേക്ക് വന്ന് പന്തലിച്ച് പൂടണം. അങ്ങനെ നിങ്ങൾ അപ്രത്യക്ഷമാകുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ബഹളങ്ങളൊക്കെ നിർത്തലാകുന്നു, കേൾക്കാതാകുന്നു. നിങ്ങൾ നിങ്ങളുടെ ശബ്ദം വീണ്ടും കേൾക്കാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ റീഡിസ്കവർ ചെയ്യുന്നു. നിങ്ങളെ വീണ്ടും കണ്ടെത്തുന്നു. മറ്റുള്ളവർ നിങ്ങളെ പറ്റി പ്രതീക്ഷിക്കുന്നതല്ല, അവരാഗ്രഹിക്കുന്നതല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്രത്യക്ഷമാവുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു രക്ഷപ്പെടലൊന്നുമല്ല, അതൊരു റീസെറ്റാണ്. നിങ്ങളുടെ ലൈഫ് റീസെറ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ ഉള്ളിലെ ശക്തി തിരിച്ചു പിടിക്കുകയാണ്. ഏകാന്തത നമ്മുടെ തലച്ചോറിന് റീവെയർ ചെയ്യും എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ മനസ്സ് പല അഭിപ്രായങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ കൊണ്ടും നിറഞ്ഞിരിക്കാതെ കാമായിരിക്കുന്ന സമയം അത് ഹീൽ ചെയ്യാൻ തുടങ്ങും, സുഖപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് മൂർച്ച കൂടും, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കൂടും, ക്ലിയറായി ചിന്തിക്കാൻ പറ്റും, നിങ്ങൾക്ക് ആത്മവിശ്വാസം തിരികെ കിട്ടും. നിങ്ങളുടെ മനസ്സ് വെള്ളം പോലെയാണെന്ന് പറയാറുണ്ട്. കലങ്ങി മറിഞ്ഞ് കുത്തി ഒലിച്ചു പോകുമ്പോൾ നമുക്ക് ആ വെള്ളത്തിന് താഴേക്കൊന്നും കാണാൻ പറ്റില്ല അല്ലേ? പക്ഷെ അത് നിശ്ചലമായി തെളിഞ്ഞാൽ നമുക്ക് താഴെ വരെ വ്യക്തമായി കാണാൻ പറ്റും അല്ലേ? ആ ഒരു നിശബ്ദത, ആ ഒരു വ്യക്തത നിങ്ങളൊന്ന് പിന്മാറുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് വാനിഷ് ആയാലും മാത്രമേ വരൂ. ഇനി അപ്രത്യക്ഷമാവുക എന്ന കലയിൽ എക്സ്പേർട്ടായ 1-2 പേരെ പറ്റി പറയാം. നിങ്ങൾക്കും കൂടി അറിയാവുന്ന ആൾക്കാരാണ്. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് നമ്മുടെ ഇലോൺ മസ്ക്, ലോക സമ്പന്നരിൽ ഒന്നാമൻ. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തും അദ്ദേഹമാണ് സമ്പന്നരിൽ ഒന്നാമൻ. അദ്ദേഹത്തിൻ്റെ പേപോൾ എന്ന കമ്പനി വിറ്റപ്പോൾ കിട്ടിയ പൈസ കൊണ്ട് പാർട്ടി നടത്താനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കാനോ ഇൻ്റർവ്യൂസ് കൊടുക്കാനോ ഒന്നും നിന്നില്ല. അദ്ദേഹം വാനിഷായി, അപ്രത്യക്ഷമായി. അദ്ദേഹം സ്വയം പൂട്ടിയിട്ടു. എന്നിട്ട് റോക്കറ്റ് സയൻസും എഞ്ചിനീയറിംഗും സ്ക്രാച്ച് മുതൽ പഠിച്ചു തുടങ്ങി. ആൾക്ക് എയറോസ്പേസിലൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല, ഫാൻസി ഡിഗ്രികളില്ല. വെറും ഒബ്സഷൻ, അഭിനിവേശം, പഠിക്കാനുള്ള ജിജ്ഞാസ, ഒറ്റപ്പെടൽ. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചെത്തി. ഭ്രമണപഥത്തിലേക്ക് ആദ്യ റോക്കറ്റ് വിട്ട സ്വകാര്യ കമ്പനിയായ സ്പേസ് എക്സ് എന്ന കമ്പനിയുമായിട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം അപ്രത്യക്ഷമാകുന്നതിന് മുമ്പ് ആളുകൾ അദ്ദേഹത്തെ നമുക്ക് ചിരിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പവർഫുൾ തിരിച്ചറിവ് ലോകം അമ്പരപ്പോഴാണ് കണ്ടത്. അതാണ് അപ്രത്യക്ഷമാവുകയും അതുവഴി ഇവോൾവ് ചെയ്യും അല്ലെങ്കിൽ പരിണമിക്കുകയും ചെയ്യുന്നതിൻ്റെ ശക്തി. അടുത്ത ആളാണ് നമ്മുടെ സ്റ്റീവ് ജോബ്സ്. സ്വന്തം കമ്പനിയായ ആപ്പിളിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ടു. ആ ഒരു അപമാനത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. താനുണ്ടാക്കിയ എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ തോറ്റു പിന്മാറുന്നതിന് പകരം അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയോ? ഈ സ്പോട്ട് ലൈറ്റിൽ നിന്നൊക്കെ പിന്മാറി സ്വയം അപ്രത്യക്ഷനായി. അദ്ദേഹം ചെറിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, പിക്സാർ എന്ന് പറഞ്ഞിട്ട്. ഒരു ചെറിയ അനിമേഷൻ സ്റ്റുഡിയോ അദ്ദേഹത്തിൻ്റെ കളരിയായിരുന്നത്. അവിടെ അദ്ദേഹം പഠിച്ചു, റീബിൽഡ് ചെയ്തു, അദ്ദേഹത്തിൻ്റെ സർഗാത്മകതയെ തേച്ച് മിനുക്കി. ആ സമയത്ത് അദ്ദേഹത്തെ പുറത്താക്കിയ ആപ്പിൾ കമ്പനി ഉണ്ടല്ലോ, അത് തകർച്ചയുടെ വക്കിലായിരുന്നു. അവർ സ്റ്റീവിനെ തിരികെ വിളിച്ചു. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ആപ്പിൾ എന്ന കമ്പനിയെ രക്ഷിക്കുക മാത്രമേ അദ്ദേഹം ചെയ്തത്. അദ്ദേഹം എന്നേക്കുമായി ടെക്നോളജിയെ തന്നെ മാറ്റിമറിച്ചു. ഐപാഡ്, ഐഫോണ്, മാക്ക് അല്ലേ? ആ തിരിച്ചറിവ് പറഞ്ഞത് അദ്ദേഹം നിശബ്ദതയിൽ ചെലവഴിച്ച അപ്രത്യക്ഷമായ ആ സമയത്തായിരുന്നു. ഇലോൺ അപ്രത്യക്ഷനായി റോക്കറ്റുമായി തിരിച്ചു വന്നു.
സ്റ്റീവ് ജോബ്സ് അപ്രത്യക്ഷനായി റെവല്യൂഷനുമായി തിരിച്ചു വന്നു. ചോദ്യം ഇതാണ്, നിങ്ങൾ എപ്പോഴാണ് അപ്രത്യക്ഷമാവുന്നത്? ഇനി എങ്ങനെ അത് ചെയ്യാമെന്ന് പറയാം. സ്വയം നഷ്ടപ്പെടുത്താതെ എങ്ങനെ അപ്രത്യക്ഷമാവാം എന്ന് നോക്കാം. 5 സ്റ്റെപ്പുകളാണ് ഇതിലുള്ളത്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഒന്നാമത്തെയാണ്, നിങ്ങൾക്ക് ശരിക്കും എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കാം. നിങ്ങളെ പാരൻസിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ സോഷ്യൽ മീഡിയ പറയുന്നതല്ല, അവർക്ക് വേണ്ടതല്ല. ആരും നിങ്ങളെ ജഡ്ജ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ എന്താണ് ചൂസ് ചെയ്യുക, എന്താവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുക, അത് എഴുതി വയ്ക്കുക. അതാണ് നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം. അടുത്ത സ്റ്റെപ്പാണ്, നിങ്ങൾ പൂർണ്ണമായും ഡിസ്കണക്ട് ചെയ്യുക, വിച്ഛേദിക്കുക. നിങ്ങൾ ഫോക്കസ് ഇല്ലാതാക്കുന്ന ആപ്പുകളൊക്കെ ഡിലീറ്റ് ചെയ്യുക. നിങ്ങളുടെ മനസ്സ് കൺട്രോൾ ചെയ്യുന്ന ആപ്പുകളുടെ നോട്ടിഫിക്കേഷനൊക്കെ ഓഫാക്കി വെക്കുക. നമ്മുടെ ജീവിതം തന്നെ ഒരു അർത്ഥം ഇല്ലാതാക്കുന്നതാണ്, അല്ലെങ്കിൽ നശിപ്പിക്കുന്നതാണ് ഈ ആപ്പ് നോട്ടിഫിക്കേഷൻസ് അല്ലേ. നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യുകയോ അല്ലെങ്കിൽ പഠിക്കുകയോ ചെയ്യുമ്പോഴാവും ഇൻസ്റ്റാഗ്രാമിൽ ഒരു നോട്ടിഫിക്കേഷൻ. നമ്മൾ കൈ നീട്ടിയിട്ട് ആ ഫോൺ എടുക്കും, എന്നിട്ട് ആ നോട്ടിഫിക്കേഷൻ നോക്കും. ആരെങ്കിലും അയച്ചാൽ ഒരു ഉപകാരമില്ലാത്ത ഒരു റീലാവും അത്. നമ്മളത് കാണും. അത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോക്ക് സ്ക്രോൾ ചെയ്യും. പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ ഫോൺ താഴെ വയ്ക്കുക. അനുഭവമല്ലേ? എനിക്ക് പലപ്പോഴും അനുഭവമുണ്ട്. എല്ലാ നോട്ടിഫിക്കേഷൻ സൗണ്ട് കൊണ്ടുണ്ടായതാണ്. അപ്പോൾ ആ ആപ്പ് നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വയ്ക്കുക. ഫ്രണ്ട്സിനോടൊക്കെ പറയാം, എനിക്ക് കുറച്ച് സമയം വേണമെന്ന്. ആരോടും ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സമാധാനം പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആരോടും ഒരു വിശദീകരണം കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത സ്റ്റെപ്പാണ് ഡിസൈൻ യുവർ കേവ്. നിങ്ങളുടെ ഗുഹ രൂപകൽപ്പന ചെയ്യുക എന്ന് പറയും. ഓരോ യോദ്ധാവിനും ഓരോ ഗുഹയുണ്ട്. നിശബ്ദമായി പരിശീലിക്കാനുള്ള ഒരിടം. അവിടെ പുസ്തകങ്ങൾ കൊണ്ട് നിറയ്ക്കുക, നല്ല ശീലങ്ങൾ കൊണ്ട് നിറയ്ക്കുക, ലക്ഷ്യങ്ങൾ കൊണ്ട് നിറയ്ക്കുക. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങളുടെ എൻവയോൺമെൻറ്റ്, ചുറ്റുപാട് സെറ്റാക്കുക. 4ാമത്തെ സ്റ്റെപ്പാണ്, നിങ്ങൾക്കുണ്ടാകുന്ന പുരോഗതി നിരീക്ഷിക്കുക, അത് ഇഷ്ടപ്പെടുക. നേരത്തെ എണീക്കുക, മനസ്സിനെയും ശരീരത്തിനെയും ട്രെയിൻ ചെയ്യുക, പഠിക്കുക, സൃഷ്ടിക്കുക, ബിൽഡ് ചെയ്യുക. ഒരിക്കൽ ഡിസ്ട്രാക്ഷൻസ് കാരണം ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ പോയ നിങ്ങളുടെ ആ ക്രാഫ്റ്റിന് പൂർണ്ണ ശ്രദ്ധ കൊടുക്കുക. ആരും കാണാത്ത നിങ്ങളുടെ കഴിവുമായി പ്രണയത്തിലാവുക. 5ാമത്തെ സ്റ്റെപ്പാണ് ഗാർഡ് യുവർ വിഷൻ. നിങ്ങളെ കാഴ്ചയെ സംരക്ഷിക്കുക. സ്വപ്നം കാണാത്ത ആരോടും നിങ്ങളുടെ സ്വപ്നങ്ങൾ വിശദീകരിക്കരുത്. ചെറിയ മനസ്സുള്ളവരല്ലേ, ഇടുങ്ങിയ ചിന്താഗതിയുള്ളവർ, അവർ നിങ്ങളുടെ വലിയ വിഷന് ചിന്തകളൊക്കെ ഷ്രിങ്ക് ചെയ്യാൻ നോക്കും, ചുരുക്കാൻ നോക്കും, നെഗറ്റീവ് അടിക്കും, നമ്മളതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കും. അപ്പോൾ ഒന്നും പറയണ്ട, പിന്നീട് നിങ്ങളുടെ റിസൾട്ട് സംസാരിക്കട്ടെ, വാക്കുകളല്ല. അങ്ങനെ ഒരു ദിവസം നിങ്ങൾ മാറ്റം ശ്രദ്ധിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ശീലങ്ങളൊക്കെ മാറിയിട്ടുണ്ടാകും. നിങ്ങളുടെ എനർജിയൊക്കെ ലൈറ്റായ പോലെ, ഭാരം കുറഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ നിശബ്ദത ഭയങ്കര പവർഫുള്ളായിട്ട് ഫീൽ ചെയ്യും. ആ സമയത്ത് നിങ്ങൾ റീഅപ്പിയർ ചെയ്യും, പ്രത്യക്ഷപ്പെടും വീണ്ടും. മറ്റുള്ളവർ പറഞ്ഞത് തെറ്റായിരുന്നു തെളിയിക്കാനല്ല, നിങ്ങൾ ശരിയായിരുന്നു എന്ന് തെളിയിക്കാൻ. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ആൾ പറയും, നീ ആകെ മാറിയല്ലോ എന്ന്. അപ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് പറയുക, മാറിയൊന്നുമല്ല, ഞാൻ എന്താണോ ആയിത്തീരാൻ ആഗ്രഹിച്ചിരുന്നത് അതായതാണെന്ന്. നിങ്ങൾക്ക് ആരുടെയും വാലിഡേഷൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ വളർച്ചയാണ് ഏറ്റവും ഉച്ചത്തിലുള്ള അനൗൺസ്മെൻറ്റ്. കാരണം വിജയം എന്ന് പറയുന്നത് ഇങ്ങനെ വിസ്പർ ചെയ്യില്ല, പിറുപിറുക്കില്ല, അതിങ്ങനെ ഉച്ചത്തിൽ പ്രതിധ്വനിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അപ്രത്യക്ഷമാകാനുള്ള സമയമായിരിക്കും ഇത്. ലോഗ് ഓഫ് ചെയ്യാൻ, ഒന്ന് സ്റ്റെപ്പ് ബാക്ക് എടുക്കാൻ, ലോകം മുഴുവൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിശബ്ദമായിട്ട് നിങ്ങളെ പുനർനിർമ്മിക്കാൻ, പുനരുജ്ജീവിപ്പിക്കാൻ. കാരണം ഇന്ന് മുതൽ ചിലപ്പോൾ 6 മാസം കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്ന, മൈൻഡ് ചെയ്യാത്ത ആളുകളൊക്കെ വന്ന് ചോദിക്കും, നീ എങ്ങനെയാണ് അത് ചെയ്തത്? അപ്പോൾ പറഞ്ഞ പോലെ അപ്രത്യക്ഷമാവുക, ഫോക്കസ് ചെയ്യുക, പിന്നെ ലോകത്തെ ഞെട്ടിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത ചാപ്റ്ററിന് വേറെ ഒരു ഓഡിയൻസിൻ്റെയും ഒരു കാഴ്ചക്കാരൻ്റെ ആവശ്യമില്ല, നിങ്ങൾ മാത്രം മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് അപ്രത്യക്ഷമായി പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യെസ് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സന്തോഷം, സമാധാനമുള്ള ഒരു ദിവസം നേരുന്നു. ബൈ.